ഒരു അമൂല്യമായ രാജകീയ കിരീടം. ഒറ്റ രാത്രിക്കുള്ളിൽ അതിൽ നിന്നും 3 രത്നങ്ങൾ അപ്രത്യക്ഷമാകുന്നു. കുടുംബത്തിനുള്ളിലെ സംശയങ്ങൾ, ഞെട്ടിക്കുന്ന വഴിത്തിരിവുകൾ, സംശയങ്ങളും ട്വിസ്റ്റുകളും നിറഞ്ഞ ഈ ദുരൂഹമായ കേസിന്റെ പിന്നിലെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താൻ ഷെർലക് ഹോംസ് തന്റെ അന്വേഷണങ്ങൾ തുടങ്ങുന്നു. ആർതർ തന്നെയാണോ മോഷ്ടാവ്? അതോ ഇനി പിതാവ് ഹോൾഡർ തന്നെ എന്തെങ്കിലും കൃത്രിമം? അത് പോട്ടെ. അപ്പോൾ ആ കേസ് ഇങ്ങനെയാണ്. ഹോംസ് അയാളെ കണ്ടിട്ട് ഒരു ഭ്രാന്തനാണെന്ന് തോന്നുന്നു. അയാൾ ഇങ്ങോട്ടാണല്ലോ. ഏതാനും നിമിഷങ്ങൾക്കകം കോണിപ്പടി കയറി അയാൾ അവരുടെ മുറിയിലെത്തി. ശരീരമിളക്കി ചിന്താശക്തിയാകെ നശിച്ചയാളെ പോലെ തലമുടി വലിച്ചു പറിച്ചു. ഉയർന്നു താഴുന്ന നെഞ്ചുമായി ആ മനുഷ്യൻ വികാരങ്ങളോട് മല്ലടിച്ചു. സുഹൃത്തെ, നിങ്ങൾ ശാന്തത വീണ്ടെടുക്കുക. നിങ്ങൾക്ക് പറയാനുള്ള എന്ത് പ്രശ്നവും ഞാൻ പരിശോധിക്കാം. ഏതാണ്ട് 50-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന ദീർഘകായനായിരുന്നു അയാൾ. ബലിഷ്ഠമായ ശരീരം, വില കൂടിയ കറുത്ത കുപ്പായവും ചുവപ്പും ചാരയും കലർന്ന കാലുറകളും അയാൾ ധരിച്ചിരുന്നു. അതെ ഹോംസ്, നിങ്ങൾ എന്നെ ഭ്രാന്തനെന്ന് കരുതുമെന്നതിൽ സംശയമില്ല. പെട്ടെന്നുണ്ടായ ഭയങ്കരമായ ഒരു പ്രശ്നം എന്റെ സമനിലയാകെ തകർത്തു കളഞ്ഞു. പരസ്യമായ അപമാനം ഞാൻ സഹിക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല, ഈ ഭയങ്കര കുഴപ്പത്തിന് എന്തെങ്കിലും പരിഹാരമുണ്ടായില്ലെങ്കിൽ ഈ നാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠനായ ആൾ കൂടി കഷ്ടത അനുഭവിക്കേണ്ടി വരും. താങ്കൾ ദയവായി സമാധാനിക്കൂ. നിങ്ങൾ ആരാണെന്നും എന്താണ് സംഭവിച്ചതെന്നും വ്യക്തമായി വിവരം തരൂ. എന്റെ പേര് താങ്കൾക്ക് സുപരിചിതമായിരിക്കും. ത്രെഡ് നീഡിൽ സ്ട്രീറ്റിലെ ഹോൾഡർ ആൻഡ് സ്റ്റീവൻസൺ ബാങ്കിലെ അലക്സാണ്ടർ ഹോൾഡറാണ് ഞാൻ. ലണ്ടൻ നഗരത്തിലെ 2ാമത്തെ വലിയ പ്രൈവറ്റ് ബാങ്കിലെ പ്രധാന പങ്കാളി എന്ന നിലയിൽ ഈ പേര് ഹോംസിനും വാട്സനും പരിചിതമായിരുന്നു. ലണ്ടനിലെ പ്രമുഖ പൗരന്മാരിൽ ഒരാളെ ഈ ദയനീയ അവസ്ഥയിലെത്തിക്കാൻ എന്ത് സംഭവിച്ചിരിക്കാം? അയാൾ തന്റെ കാര്യം പറയാൻ തുടങ്ങും വരെ അവർ ജിജ്ഞാസയോടെ കാത്തിരുന്നു. സമയം വിലപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനാലാണ് താങ്കളുടെ സഹായം തേടണമെന്ന് പോലീസ് ഇൻസ്പെക്ടർ സൂചിപ്പിച്ച തന്നെ ഞാൻ ഇങ്ങോട്ട് കുതിച്ചത്. ഫണ്ടുകൾ ആദായകരമായി നിക്ഷേപിക്കാൻ കഴിയുന്നതിനെയും അതുപോലെ തന്നെ ബന്ധങ്ങളും നിക്ഷേപകരുടെ സംഖ്യയും വർദ്ധിപ്പിക്കുന്നതിനെയും ആശ്രയിച്ചാണ് വിജയകരമായ ബാങ്കിംഗ് വ്യവസായമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഏറ്റവും ലാഭകരമായി പണം നിക്ഷേപിക്കാനുള്ള ഒരു വഴി നല്ല ഈടിന്മേൽ കടം കൊടുക്കുകയാണ്. കഴിഞ്ഞ ഏതാനും കൊല്ലങ്ങളായി ഈ രീതിയിൽ ഞങ്ങൾ കുറെ ഇടപാട് നടത്തി. പല കുലീന കുടുംബങ്ങൾക്കും അവരുടെ വിചിത്ര രേഖകളുടെയും പുസ്തക ശേഖരങ്ങളുടെയും ശില്പങ്ങളുടെയും ഒക്കെ ഈടിൽ വലിയ തുകകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാവിലെ ഞാൻ ബാങ്ക് ഓഫീസിലെ കസേരയിലിരിക്കെ ക്ലർക്കുമാരിൽ ഒരാൾ ഒരു കാർഡ് കൊണ്ടുവന്നു. ആ പേര് കണ്ട് ഞാൻ ഞെട്ടി. കാരണം അത് മറ്റാരുമായിരുന്നില്ല, ലോകത്തൊട്ടാകെ അറിയപ്പെടുന്ന ആ പേര്. ഞാൻ നിങ്ങളോട് പോലും അധികമൊന്നും പറയാതിരിക്കുന്നതാവും നല്ലത്. ഇംഗ്ലണ്ടിലെ ഏറ്റവും ഉന്നതവും ഏറ്റവും കുലീനവും ഏറ്റവും മഹിമയാർന്നതുമായ പേരുകളിൽ ഒന്ന്. അദ്ദേഹം കടന്നു വന്നപ്പോൾ താൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഉടൻ തന്നെ ഇഷ്ടമല്ലാത്ത ഒന്ന് ചെയ്യുന്നവന്റെ ഭാവത്തിൽ പെട്ടെന്ന് ഇടപാടിലേക്ക് കടന്നു. മിസ്റ്റർ ഹോൾഡർ, നിങ്ങൾ പണം കടം കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതെ, തക്കതായ ഈടുണ്ടെങ്കിൽ കമ്പനി അങ്ങനെ ചെയ്യാറുണ്ട്, ഞാൻ പറഞ്ഞു. എനിക്കത് വളരെ ആവശ്യമായിരിക്കുന്നു. ഉടനെ 50,000 പവൻ വേണം. ഇത്ര നിസ്സാരമായ തുക എന്റെ സ്നേഹിതന്മാരിൽ നിന്നും 10 തവണ എനിക്ക് കടം വാങ്ങാം. എന്നാൽ അതൊരു ബിസിനസ് കാര്യമായി ഞാൻ തന്നെ അത് നടത്താനാണ് എനിക്കിഷ്ടം. ഒരാളോട് കടപ്പെട്ട് ജീവിക്കുന്നത് എന്റെ സ്ഥാനത്തിന് ചേർന്നതല്ലെന്ന് താങ്കൾക്കറിയാമല്ലോ. എത്ര നാളത്തേക്കാണ് തുക ആവശ്യമുള്ളത്? ഞാൻ ചോദിച്ചു. അടുത്ത തിങ്കളാഴ്ച വലിയൊരു തുക എനിക്ക് കിട്ടാനുണ്ട്. നിങ്ങൾ വായ്പ തരുന്നത്രയും തീർച്ചയായും ഞാനൊന്ന് മടക്കിത്തരാം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന പലിശയും തരാം. എന്നാൽ ആ തുക ഉടനെ തരണമെന്നത് വളരെ പ്രധാനമാണ്. അധിക ചർച്ചയൊന്നുമില്ലാതെ തന്നെ തുക എന്റെ കയ്യിൽ നിന്നും തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നേരെ മറിച്ച് ഞാനത് കമ്പനിയുടെ പേരിലാണ് ചെയ്യേണ്ടതെങ്കിൽ എന്റെ ബിസിനസ് പങ്കാളിയോടുള്ള നീതിക്ക് വേണ്ടി അങ്ങയുടെ കാര്യത്തിൽ പോലും വ്യാപാര സംബന്ധമായ എല്ലാ മുൻകരുതലുകളും എടുക്കേണ്ടതായിട്ടുണ്ട്. അതങ്ങനെയാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തന്റെ കസേരയ്ക്കടുത്ത് വെച്ചിരുന്ന കറുത്ത തോൽപ്പെട്ടി എടുത്തുയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും ഈ മകുടമണി പതക്കത്തെപ്പറ്റി കേട്ടിരിക്കുമല്ലോ. അതെ, സാമ്രാജ്യത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പൊതുസ്വത്ത്, ഞാൻ പറഞ്ഞു. അദ്ദേഹം പെട്ടി തുറന്നു. അതിനുള്ളിൽ ചുവന്ന പട്ടിൽ അദ്ദേഹം പേരെടുത്തു പറഞ്ഞ ആ മനോജ്ഞമായ ആഭരണം ഉണ്ടായിരുന്നു. ആകെ 39 പച്ച രത്നങ്ങളാണുള്ളത്. സ്വർണ്ണ കവചത്തിന്റെ വില കണക്കാക്കാൻ വയ്യ. ഞാൻ ആവശ്യപ്പെട്ട തുകയുടെ ഇരട്ടി വരും ഏറ്റവും കുറഞ്ഞ മതിപ്പ് വില. നിങ്ങൾക്ക് ഇതൊരു ഈടായി തരാൻ ഞാൻ ഒരുക്കമാണ്. ഞാൻ ആ അനർഘമായ പെട്ടി കയ്യിലെടുത്ത് അത്ഭുതത്തോടെ എന്റെ വിസ്തൃതനായ കക്ഷിയെ നോക്കി. എന്താ, നിങ്ങൾക്കിതിന്റെ മൂല്യത്തെക്കുറിച്ച് സംശയമുണ്ടോ? അയ്യോ, തെല്ലുമില്ല. എനിക്കോ സംശയമോ? ഞാനിത് കൈമാറുന്നതിന്റെ ഔചിത്യം അതേക്കുറിച്ച് വേവലാതിപ്പെടേണ്ട. 4 ദിവസത്തിനകം തിരിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെ ഇത് വെറുമൊരു സാമാന്യ മര്യാദയാണ്. ഈ ഉറപ്പ് മതിയാകില്ലേ? അയ്യോ, ധാരാളം. പിന്നെ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുള്ളതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് മിസ്റ്റർ ഹോൾഡർ. നിങ്ങൾ ഈ കാര്യം പരമരഹസ്യമായി സൂക്ഷിക്കണമെന്നും ഇതേക്കുറിച്ച് കിംവദന്തികൾ ഉണ്ടാകാൻ ഇട കൊടുക്കുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാറ്റിനുമുപരി ഈ ചെറു കിരീടം
എല്ലാ മുൻകരുതലുകളോടും കൂടി സൂക്ഷിക്കുകയും വേണം. കാരണം ഇതിനെന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ വലിയ പൊതുജനാപവാദം തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ഇതിന് തുല്യമായ വേറെ രത്നങ്ങളില്ല. അവ മാറ്റിവെക്കാൻ അസാധ്യമാണ്. എന്തായാലും പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ നിങ്ങളെ ഇത് ഏൽപ്പിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ നേരിട്ട് വന്ന് ഞാനിത് വാങ്ങിക്കൊള്ളാം. എന്റെ കക്ഷിക്ക് പോകാൻ തിടുക്കമുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. 50,000 പവൻ നോട്ടുകൾ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കാൻ ക്യാഷ്യർക്ക് നിർദ്ദേശം നൽകി. ഞാൻ ഒറ്റയ്ക്കായപ്പോൾ എന്റെ മുൻപിൽ മേശപ്പുറത്ത് ആ അമൂല്യമായ പെട്ടി ഇരിക്കുന്നത് കണ്ട് അത് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഭാരിച്ച ചുമതലയെക്കുറിച്ച് അല്പം ആശങ്കയോടെ ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതൊരു ദേശത്തിന്റെ സ്വത്തായതിനാൽ അതിനെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ വലിയ അപഖ്യാതി പരക്കുമെന്നതിൽ സംശയമില്ല. അതിന്റെ ചുമതല ഏറ്റെടുക്കാമെന്ന് സമ്മതിച്ചതിൽ എനിക്ക് ചെറിയൊരു ഭയം തോന്നി. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനാൽ അതെന്റെ സ്വകാര്യ സേഫിൽ വെച്ച് പൂട്ടിയിട്ട് ഞാൻ എന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. വൈകുന്നേരമായപ്പോൾ അത്തരം അമൂല്യമായ ഒന്ന് ഓഫീസിൽ വെച്ചിട്ട് പോകുന്നത് കടുത്ത അനൗചിത്യമാണെന്ന് എനിക്ക് തോന്നി. മുൻപ് ബാങ്കർമാരുടെ അലമാരകൾ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചുകൂടാ? അങ്ങനെയെങ്കിൽ എന്റെ സ്ഥിതി എത്ര ഭയാനകമാകും. അതിനാൽ അടുത്ത ഏതാനും ദിവസത്തേക്ക് ആ പെട്ടി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു നടക്കാനും ഒരിക്കലും എന്റെ കയ്യെത്താത്തത്ര ദൂരത്തിലാവാതിരിക്കാനും ഞാൻ ശ്രദ്ധിച്ചു. ഈ ഉദ്ദേശത്തോടെ ഞാനൊരു വണ്ടി വിളിച്ച് രത്നകിരീടം കയ്യിലെടുത്ത് ശ്രീധാമിലെ എന്റെ വീട്ടിലേക്ക് യാത്രയായി. അവിടെ മുകളിലത്തെ നിലയിലുള്ള മുറിയിലെ മേശയിൽ അത് വെച്ച് പൂട്ടും വരെ ഞാൻ സ്വതന്ത്രമായിട്ടൊന്ന് ശ്വാസം വിടുക പോലും ചെയ്തില്ല. മിസ്റ്റർ ഹോംസ്, എന്റെ വീടിനെ പറ്റി ഒരു വാക്ക്. കാരണം പരിതസ്ഥിതികൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. എന്റെ ഭൃത്യന്മാർ വീടിന് പുറത്തു കിടന്നാണ് ഉറങ്ങുന്നത്. അതിനാൽ അവരെ ഒഴിവാക്കാം. വർഷങ്ങളായി എന്റെ കൂടെ ജോലിക്ക് നിൽക്കുന്ന 3 വേലക്കാരികളുണ്ട്. അവരുടെ വിശ്വാസത്തെപ്പറ്റി സംശയിക്കുകയേ വേണ്ട. മറ്റൊരു പരിചാരക ലൂസി പാർ. അവൾ വന്നിട്ട് കുറച്ച് മാസങ്ങളെ ആയുള്ളൂ. വളരെ നല്ല സ്വഭാവമുള്ളവളാണ്. എന്തായാലും എനിക്കെപ്പോഴും തൃപ്തികരമായി തോന്നിയിട്ടുള്ളൂ. വളരെ സുന്ദരിയാണ്. ആ പ്രദേശത്ത് ഇടയ്ക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആരാധകരുടെ ആകർഷണ കേന്ദ്രവുമായിട്ടുണ്ട് അവൾ. അവളിൽ ഞങ്ങൾ കണ്ട ഏക കുറ്റം അതാണ്. എങ്കിലും എല്ലാ തരത്തിലും അവൾ നല്ല പെണ്ണാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വേലക്കാരെ കുറിച്ച് ഇത്രയേ പറയാനുള്ളൂ. എന്റെ ഭാര്യ മരിച്ചുപോയി. എനിക്കൊരു മകനേ ഉള്ളൂ, ആർതർ. മിസ്റ്റർ ഹോംസ്, അവൻ എനിക്കൊരു നിരാശയാണ്. വളരെ കടുത്ത നിരാശ. എന്നെ തന്നെയാണ് അതിനെ കുറ്റപ്പെടുത്തേണ്ടത്. ആളുകൾ പറയുന്നത് ഞാൻ അവനെ വഷളാക്കിയെന്നാണ്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചപ്പോൾ എനിക്ക് ആകെ സ്നേഹിക്കാൻ അവനേ ഉള്ളൂ എന്ന് ഞാൻ കരുതി. നിമിഷ നേരത്തേക്കെങ്കിലും അവന്റെ മുഖത്തു നിന്നും പുഞ്ചിരി മായുന്നത് കാണാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അവന്റെ ഒരാഗ്രഹവും ഞാൻ നിരസിച്ചിരുന്നില്ല. എനിക്ക് ശേഷം ബിസിനസ്സിൽ അവൻ തുടരണമെന്ന് സ്വാഭാവികമായും ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവന് ബിസിനസ്സിൽ താല്പര്യമില്ലായിരുന്നു. അവൻ അലസനും ചഞ്ചലചിത്തനുമായിരുന്നു. സത്യം പറഞ്ഞാൽ വലിയ തുക അവനെ ഏൽപ്പിക്കാൻ എനിക്ക് വിശ്വാസമില്ല. ചെറുപ്പത്തിൽ തന്നെ അവൻ തറവാടികളുടെ ഒരു ക്ലബിൽ അംഗമായി. ആകർഷകമായ രീതികളുള്ളതിനാൽ പെട്ടെന്ന് തന്നെ പണക്കാരുമായി അടുത്ത ബന്ധവും അതനുസരിച്ചുള്ള ചിലവും അവനുണ്ടായി. ചീട്ടു കളിക്കാനും പണം ധൂർത്തടിക്കാനും അവൻ പഠിച്ചു. കടം വീട്ടാൻ അടിക്കടി എന്റെ അടുക്കൽ വന്ന് അവനുള്ള അലവൻസിൽ നിന്നും അഡ്വാൻസ് ആവശ്യപ്പെട്ടിരുന്നു. ആപ്തപരമായ ആ കൂട്ടുകെട്ടിൽ നിന്നും പിരിയുവാൻ അവൻ ഒന്നിലേറെ തവണ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണയും അവന്റെ സുഹൃത്തായ സർ ജോർജ് ബേൺവെൽ എന്ന ആളിന്റെ സ്വാധീനം അവനെ തിരിച്ചു കൊണ്ടുപോകുവാൻ പര്യാപ്തമായിരുന്നു. സർ ജോർജ് ബേൺവെല്ലിനെ പോലെ ഒരുത്തന്റെ സ്വാധീനം അവനുണ്ടാകുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം അയാളെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു. അയാളുടെ രീതികളിൽ ആകർഷിക്കപ്പെടാതിരിക്കാൻ എനിക്ക് തന്നെ നന്നേ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. അയാൾ ആർദ്രയേക്കാൾ പ്രായമുള്ളവനാണ്. ആപാദചൂടം, ലൗകികൻ, എല്ലായിടത്തും പോയി എല്ലാം കണ്ടറിഞ്ഞിട്ടുള്ളവൻ, നന്നായി സംസാരിക്കും, നല്ല സൗന്ദര്യം. എങ്കിലും എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന നിന്ദ നിറഞ്ഞ അയാളുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അയാളെ തീർത്തും വിശ്വസിക്കാനാവില്ലെന്ന് തോന്നിയിരുന്നു. സ്വഭാവത്തിലേക്ക് ചൂഴ്ന്നു നോക്കാൻ സ്ത്രീകൾക്കുള്ള കഴിവ് വെച്ച് എന്റെ കൊച്ചു മേരിയും അഭിപ്രായപ്പെട്ടത് അങ്ങനെ തന്നെയാണ്. ഇനി അവളെക്കുറിച്ച് വിവരിക്കാനുള്ളൂ. അവൾ എന്റെ അനന്തരവളാണ്. 5 വർഷം മുൻപ് എന്റെ സഹോദരൻ മരിച്ചപ്പോൾ ഞാൻ അവളെ ദത്തെടുത്തു. എന്റെ മകളെന്ന വണ്ണം അവളെ വളർത്താൻ തുടങ്ങി. എന്റെ വീടിന്റെ വിളക്കാണവൾ. മനോഹരി, വീട്ടുകാര്യങ്ങൾ നോക്കാൻ അതിസമർത്ഥ. അവളില്ലാതെ എനിക്കെന്തു ചെയ്യാനാകുമെന്ന് അറിഞ്ഞുകൂടാ. ഒരൊറ്റ കാര്യത്തിലെ അവൾ എന്റെ ആഗ്രഹത്തിനെതിരായി നിന്നിട്ടുള്ളൂ. എന്റെ മകൻ അവളെ അഗാധമായി സ്നേഹിക്കുന്നു. 2 തവണ അവളോട് അവൻ വിവാഹാഭ്യർത്ഥന നടത്തി. എന്നാൽ ഓരോ തവണയും അവൾ അവനെ നിരസിച്ചു. ആർക്കെങ്കിലും അവനെ നേരായ പാതയിൽ കൊണ്ടുവരാനാകുമെങ്കിൽ അത് അവൾക്ക് മാത്രമാണ്. വിവാഹം അവന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേനെ. പക്ഷെ കഷ്ടം, ഇപ്പോൾ വളരെ താമസിച്ചു പോയി. മിസ്റ്റർ ഹോംസ്, ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ വീട്ടിലെ ആളുകളെല്ലാം മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ എന്റെ കഥ തുടരാം. അന്നു രാത്രി അത്താഴത്തിന് ശേഷം കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആർതറിനോടും മേരിയോടും എന്റെ അനുഭവം പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലുള്ള അമൂല്യ നിധിയെക്കുറിച്ച് സൂചിപ്പിച്ചു. എന്നാൽ എന്റെ കക്ഷിയുടെ പേര് മാത്രം മറച്ചുവെച്ചു. കാപ്പി കൊണ്ടുവന്നിരുന്ന ഭൃത്യ ലൂസി പാർ മുറിയിൽ നിന്നും പോയിരുന്നു എന്നത് ഉറപ്പാണ്. എങ്കിലും വാതിലടഞ്ഞിരുന്നുവോ എന്ന് സംശയമാണ്. മേരിയും ആർതറും വളരെ താല്പര്യത്തോടെ ആ പ്രസിദ്ധ രത്നം കാണാൻ ആഗ്രഹിച്ചു. എങ്കിലും ഞാനത് കാണിക്കാൻ കൂട്ടാക്കിയില്ല.
അച്ഛാ, അതെവിടെ വെച്ചിരിക്കുന്നു? ആർതർ ചോദിച്ചു. എന്റെ മേശയിൽ. കൊള്ളാം. വീട് കൊള്ളയടിക്കപ്പെടാതിരിക്കാൻ ദൈവം കാക്കട്ടെ. അത് ഞാൻ പൂട്ടിയിട്ടുണ്ട്. ഓ, ഏത് പഴയ താക്കോലും ആ മേശയ്ക്ക് പറ്റും. ചെറുപ്പത്തിൽ കലവറയുടെ താക്കോല് കൊണ്ട് ഞാനത് തുറന്നിട്ടുണ്ട്. മിക്കപ്പോഴും അവനെങ്ങനെ വല്ലാതെ സംസാരിക്കുന്ന പ്രകൃതമുണ്ടായിരുന്നതിനാൽ അവൻ പറഞ്ഞത് ഞാനത്ര കാര്യമാക്കിയില്ല. എന്റെ പിന്നാലെ അവനും മുറിയിലേക്ക് വന്നു, വളരെ ഗൗരവമാർന്ന മുഖത്തോടെ. നോക്കൂ അച്ഛാ, കണ്ണുകൾ താഴേക്കാക്കി അവൻ പറഞ്ഞു. എനിക്കൊരു 200 പവൻ തരുമോ? ഇല്ല, ഞാൻ തരില്ല. ആർതർ, പണസംബന്ധമായി നിന്നോട് ഞാൻ വളരെയധികം ഔദാര്യം കാണിച്ചു. അച്ഛൻ വളരെ ദയാലുവായിരിക്കും, പക്ഷെ എനിക്ക് തുക വേണം. അല്ലെന്ന് ഒരിക്കൽ എനിക്ക് ആ ക്ലബ്ബിൽ ഒരിക്കലും മുഖം കാണിക്കാൻ പറ്റില്ല. എങ്കിലത് വളരെ നല്ല കാര്യമാണ്. അതെ, എങ്കിലും അപമാനിതനായി ഞാൻ അവിടെ വിട്ട് പോരണമെന്നില്ലല്ലോ. എനിക്ക് അപമാനം സഹിക്കാൻ വയ്യ. ആ തുക ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കും. അച്ഛൻ തന്നില്ലെങ്കിൽ ഞാൻ മറ്റു വഴി നോക്കേണ്ടി വരും. എനിക്ക് വളരെ ദേഷ്യം വന്നു. കാരണം ആ മാസത്തിൽ 3ാമത്തെ തവണയാണ് ഈ ആവശ്യം. നിനക്കൊരു ചില്ലി കാശ് എന്റെ കയ്യിൽ നിന്നും കിട്ടില്ല. എന്റെ അലർച്ച കേട്ട് തല കുനിച്ച് മറ്റൊരു വാക്കും പറയാതെ അവൻ മുറി വിട്ടു പോയി. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ മേശ തുറന്നു. എന്റെ നിധി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തി വീണ്ടും അത് പൂട്ടി. പിന്നീട് വീടിന് ചുറ്റും കറങ്ങി നടന്ന് എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിച്ചു. ഇത് സാധാരണ മേരി ചെയ്യാറുള്ള ജോലിയാണ്. എന്നാൽ അന്നു രാത്രി അത് ഞാൻ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. ഞാൻ കോണി ഇറങ്ങി വരുമ്പോൾ മേരി തനിയെ ഹാളിലെ ജനലിന്റെ അരികിൽ നിൽക്കുന്നത് കണ്ടു. ഞാൻ അടുത്തെത്തിയപ്പോൾ അവൾ ജനലടച്ച് കുറ്റിയിട്ടു. ആ അച്ഛാ, ഇന്ന് രാത്രി പൊയ്ക്കോളാൻ അങ്ങ് വേലക്കാരി ലൂസിക്ക് അനുവാദം കൊടുത്തിരുന്നോ? അവൾ അത് ചോദിക്കുമ്പോൾ അല്പം അസ്വസ്ഥയായിരുന്നു എന്ന് എനിക്ക് തോന്നി. തീർച്ചയായും ഇല്ല. എന്താ? അവളിപ്പോൾ ആ പിൻവാതിലിലൂടെ വന്നു. ആരെയോ കാണാനാണ് അവൾ ആ വശത്തെ ഗേറ്റിനടുത്തേക്ക് പോയതെന്ന് തീർച്ച. എന്നാൽ അതത്ര നല്ലതല്ല. അത് നിർത്തണം. നീ അവളോട് രാവിലെ സംസാരിക്കണം. അല്ലെങ്കിൽ നീ സമ്മതിക്കുന്നുവെങ്കിൽ ഞാൻ തന്നെ പറയാം. എല്ലാം കുറ്റിയിട്ടുവെന്ന് നിനക്ക് ഉറപ്പാണോ? അതെ അച്ഛാ, എല്ലാം ഭദ്രമാണ്. എങ്കിൽ ഗുഡ് നൈറ്റ്. ഞാൻ അവളെ ചുംബിച്ചു. പിന്നെ ഉറക്കറയിലേക്ക് പോയി. പെട്ടെന്ന് തന്നെ ഉറങ്ങി. മിസ്റ്റർ ഹോംസ്, ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ ശ്രമിക്കുകയാണ്. ഈ കേസിന് സഹായകമായേക്കാവുന്നതെല്ലാം. എന്നാൽ വ്യക്തമാകാത്ത എന്തെങ്കിലും വസ്തുതയുണ്ടെങ്കിൽ താങ്കൾ ചോദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മിസ്റ്റർ ഹോൾഡർ, നിങ്ങളുടെ പ്രസ്താവം അത്ഭുതകരമാവണ്ണം വ്യക്തമാണ്. നന്ദി ഹോംസ്. ഞാൻ വലിയ ഉറക്കക്കാരനല്ല. എന്റെ മനസ്സിലെ ആശങ്ക സാധാരണയിലേറെ എന്നെ അലട്ടിയെന്നതിന് സംശയമില്ല. വെളുപ്പിന് ഏതാണ്ട് 2 മണിയായപ്പോൾ വീടിനുള്ളിൽ എന്തോ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നു. ഞാൻ പൂർണ്ണമായി ഉണരുന്നതിന് മുൻപ് തന്നെ അത് നിന്നുവെങ്കിലും എവിടെയോ ഒരു ജനൽ മന്ദമായി അടച്ചുവെന്ന തോന്നൽ അവശേഷിപ്പിച്ചിരുന്നു. ഞാൻ ചെവി ഓർത്ത് കിടന്നു. പെട്ടെന്ന് എന്നെ ഭയപ്പെടുത്തിക്കൊണ്ട് അടുത്ത മുറിയിൽ വ്യക്തമായൊരു കാലൊച്ച കേട്ടു. ഭയം കൊണ്ട് ആകെ വിറച്ച് ഞാൻ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിനടുത്തേക്ക് എത്തി നോക്കി. ആർതർ! ഞാൻ അലറി. എടാ ദുഷ്ടാ, ആ പതക്കത്തിൽ തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ വെച്ചിരുന്നത് പോലെ വിളക്കിലെ തിരി പകുതി മാത്രം നീട്ടിയിരുന്നു. അസംതൃപ്തനായ എന്റെ മകൻ ആർതർ, അവൻ ഷർട്ടും ട്രൗസറും മാത്രം ധരിച്ച് ആ പതക്കവും കയ്യിൽ പിടിച്ച് വിളക്കിനരികിൽ നിന്നിരുന്നു. അവന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് അത് വളയ്ക്കുകയോ ഞെരിക്കുകയോ ചെയ്തതുപോലെ തോന്നി. എന്റെ അലർച്ച കേട്ട് അത് അവന്റെ കയ്യിൽ നിന്നും പിടിവിട്ടു. എന്നിട്ട് അവൻ ശവം പോലെ വിളറി നിന്നു. ഞാനത് എടുത്ത് പരിശോധിച്ചു. അതിൽ 3 രത്നങ്ങളോട് കൂടിയ ഒരു മൂല കാണാനില്ലായിരുന്നു. എടാ തെമ്മാടി, നീ ഇത് നശിപ്പിച്ചു. നീ എന്നെ എന്നേക്കും മാനം കെടുത്തി. നീ മോഷ്ടിച്ച രത്നങ്ങൾ എവിടെ? മോഷ്ടിച്ചെന്നോ? അവൻ ആക്രോശിച്ചു. അതെ, നീ ഇതിലെ രത്നങ്ങൾ മോഷ്ടിച്ചു. അവന്റെ തോളത്ത് പിടിച്ച് അലറിക്കൊണ്ട് ഞാൻ പറഞ്ഞു. അതിലൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഒന്നും നഷ്ടപ്പെടാൻ ഇടയുമില്ല. അവൻ പറഞ്ഞു. 3 എണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെവിടെയാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. നിനക്കറിയാം അത്. കള്ളനെന്നും നുണയനെന്നും വിളിക്കണോ? മറ്റൊരെണ്ണം കൂടെ അതിൽ നിന്ന് പറിച്ചെടുക്കാൻ നീ ശ്രമിക്കുന്നത് ഞാൻ കണ്ടതല്ലേ? അച്ഛൻ എന്നെ വേണ്ടാത്തതിലേറെ ചീത്ത വിളിച്ചു കഴിഞ്ഞു. ഇനി ഞാനത് സഹിക്കില്ല. എന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇനി ഒരു വാക്ക് പോലും പറയില്ല. ഞാൻ രാവിലെ തന്നെ വീട് വിട്ടു പൊക്കോളാം. എന്നിട്ട് എന്റെ മാർഗം നോക്കിക്കോളാം. നിനക്കത് പോലീസുകാരെ ഏൽപ്പിക്കാം. ഞാനിത് അവസാനം വരെ നോക്കും. ദുഃഖവും ദേഷ്യവും കൊണ്ട് പകുതി ഭ്രാന്തനായ ഞാൻ അലറി. എന്നിൽ നിന്നൊന്നും അറിയില്ല. അവന്റെ സ്വഭാവത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കാത്ത ഒരു ഭാവമാറ്റത്തോടെ അവൻ പറഞ്ഞു. പോലീസിനെ വിളിക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർക്കാവുന്ന അവർ കണ്ടുപിടിക്കട്ടെ. അപ്പോഴേക്കും വീട് മുഴുവൻ ഉണർന്നിരുന്നു. കാരണം ദേഷ്യം കൊണ്ട് ഞാൻ ഒച്ച ഉയർത്തിയിരുന്നു. എന്റെ മുറിയിലേക്ക് ആദ്യം കടന്നു വന്നത് മേരിയാണ്. ആ രത്നകിരീടവും ആർദ്രയുടെ മുഖവും കണ്ട അവൾക്ക് കഥ മുഴുവൻ മനസ്സിലായി. പിന്നെ കരച്ചിലോടെ ബോധം കെട്ട് നിലത്ത് വീണു. ഞാൻ വേലക്കാരിയെ പോലീസിനടുത്തേക്ക് വിട്ടു. അന്വേഷണം ഉടനെ അവരെ ഏൽപ്പിച്ചു. ഇൻസ്പെക്ടറും ഒരു പോലീസുകാരനും വീട്ടിൽ കടന്നു വന്നയുടൻ കൈകെട്ടി അപ്രസന്നനായിരുന്ന ആർദർ മോഷണക്കുറ്റം എന്റെ മേൽ ചാരാൻ ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചു. സ്വകാര്യ ഇടപാടെന്നുള്ളത് അവസാനിച്ചുവെന്നും അത് പൊതുപ്രശ്നമായി മാറിക്കഴിഞ്ഞുവെന്നും ഞാൻ പറഞ്ഞു. കാരണം ആ നശിപ്പിക്കപ്പെട്ട ആഭരണം ദേശീയ സമ്പത്താണ്. എല്ലാ കാര്യത്തിലും നിയമത്തിന് അതിൻ്റെതായ വഴി വേണമെന്നും ഞാൻ തീരുമാനിച്ചിരുന്നു. കുറഞ്ഞപക്ഷം എന്നെ ഉടനെ അറസ്റ്റ് ചെയ്യാതിരിക്കണം. ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മാറി നിന്നാൽ അത് നിങ്ങൾക്കും എനിക്കും നല്ലതായിരിക്കും. ആർദർ പറഞ്ഞു. ഒന്നുകിൽ നിനക്ക് ഓടിപ്പോകാൻ, അല്ലെങ്കിൽ മോഷ്ടിച്ചത് മറച്ചു വെക്കാൻ. ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഭയാനകമായ സ്ഥിതി ഓർത്ത് എന്റെ മാത്രമല്ല എന്നേക്കാൾ ശ്രേഷ്ഠനായ ഒരാളുടെ മാന്യത കൂടി തകരുന്ന കാര്യമാണിതെന്ന് ഞാൻ അവനെ ഓർമ്മപ്പെടുത്തി. രാജ്യത്തെ ആകമാനം ചൂളിക്കുന്ന ഒരു അപവാദം ഉയർത്താനാണ് അവന്റെ ശ്രമമെന്ന് ഞാൻ പറഞ്ഞു.
ആ 3 കല്ലുകളും എന്ത് ചെയ്തുവെന്ന് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ അതെല്ലാം ഒഴിവാക്കാമായിരുന്നു. ഇനി വരുന്നത് പോലെ അനുഭവിച്ചോ. നിന്നെ തൊണ്ടി സഹിതം പിടിച്ചിരിക്കുകയാണ്. ഒരു കുമ്പസാരവും നിന്റെ കുറ്റം ന്യായീകരിക്കുകയില്ല. ആ രത്നക്കല്ലുകളെല്ലാം എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ എല്ലാം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യാം. അച്ഛാ, നിങ്ങളുടെ ക്ഷമ ആവശ്യമുള്ളവർക്ക് കൊടുത്തോളൂ. എന്റെ അടുത്തു നിന്നും അവജ്ഞയോടെ തിരിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. എന്റെ വാക്കുകൾക്ക് സ്വാധീനിക്കാനാവാത്ത വിധം അവൻ കടുപ്പക്കാരനായി തീർന്നുവെന്ന് ഞാൻ കണ്ടു. പിന്നെ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇൻസ്പെക്ടറെ വിളിച്ച് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. ഉടൻ തന്നെ ഒരു തെരച്ചിൽ നടത്തി. അവന്റെ ദേഹം മാത്രമല്ല, മുറിയും ആഭരണം മറച്ചുവെക്കാനിടയുള്ള എല്ലാ സ്ഥലവും പരിശോധിച്ചു. എന്നാൽ ഒരു തുമ്പും കിട്ടിയില്ല. ഞങ്ങളുടെ എല്ലാ പ്രേരണയും ഭീഷണിയും ഉണ്ടായിട്ടും ആ പയ്യൻ വായ തുറന്നില്ല. ഇന്ന് രാവിലെ അവന് ജയിലിലേക്ക് മാറ്റി. എല്ലാ പോലീസ് നടപടിക്രമങ്ങൾക്കും ശേഷം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു. നിങ്ങളുടെ കഴിവ് മുഴുവൻ ഇക്കാര്യത്തിന് ഉപയോഗിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവർക്ക് യാതൊന്നും തന്നെ ഇപ്പോൾ ചെയ്യാനാവില്ലെന്ന് പോലീസ് തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെന്ന് തോന്നുന്ന എന്ത് ചെലവും ഞാൻ ചെയ്യാം. 1000 പവൻ സമ്മാനം ഞാൻ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കെന്റെ മാന്യത പോയി, രത്നങ്ങളും എന്റെ മകനും ഒരൊറ്റ രാത്രിയിൽ നഷ്ടപ്പെട്ടു. അയാൾ തലക്കിരിവശവും കൈകൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി. വാക്കുകൾക്കതീതമായി ദുഃഖമുള്ള ഒരു കുട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ട് ഷെർലക് ഹോംസ് ഏതാനും ചില നിമിഷത്തേക്ക് നിശബ്ദനായിരുന്നു. പുരികം ചുളിച്ച് തീയിലേക്ക് സൂക്ഷിച്ചു നോക്കി. മിസ്റ്റർ ഹോൾഡർ, താങ്കൾക്ക് ധാരാളം വിരുന്നുകാരുണ്ടായിരുന്നോ? ആരുമില്ല. സകുടുംബം വരുന്ന എന്റെ പങ്കാളിയും വല്ലപ്പോഴും വരുന്ന ആർതറിന്റെ കൂട്ടുകാരനും ഒഴികെ. ഈയിടെയായി സാർ ജോർജ് ബേൺവെൽ പലതവണ വരാറുണ്ട്. എന്റെ അറിവിൽ മറ്റാരുമില്ല. നിങ്ങൾ സമൂഹത്തിൽ എങ്ങനെ ആൾക്കാരുമായി അടുത്തിടപഴകാറുണ്ടോ? ആർതർ പോകാറുണ്ട്. മേരിയും ഞാനും വീട്ടിൽ തങ്ങും. അതേക്കുറിച്ച് ഞങ്ങൾ രണ്ടാളും ശ്രദ്ധിക്കാറേയില്ല. ഒരു ചെറുപ്പക്കാരിയെ സംബന്ധിച്ചിടത്തോളം അത് അസാധാരണമാണ്. മേരി അവളൊരു ശാന്തപ്രകൃതിക്കാരിയാണ്. അതിനും പുറമെ അവൾ അത്ര ചെറുപ്പവുമല്ല. അവൾക്ക് വയസ്സ് 24ആയി. നിങ്ങൾ പറയുന്നതിൽ നിന്നും ഈ സംഭവം അവൾക്കൊരു ആഘാതമായെന്ന് തോന്നുന്നല്ലോ. അതെ, ഭയങ്കരം. എന്നെക്കാളേറെ അവളെയാണിത് ബാധിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മകന്റെ കുറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും സംശയമൊന്നുമില്ലേ? എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കിരീടം അവന്റെ കയ്യിലിരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ എങ്ങനെ സംശയമുണ്ടാകും? അതൊരു വ്യക്തമായ തെളിവാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവശേഷിക്കുന്ന കിരീടത്തിന് കേടുണ്ടായിരുന്നു. ഉവ്, അത് വളച്ചിരുന്നു. എങ്കിൽ അയാളത് നേരെയാക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് നിങ്ങൾക്ക് വിചാരിച്ചുകൂടെ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവനും എനിക്കും വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ അത് ശ്രമകരമായ ഒരു ജോലിയാണ്. അവൻ അവിടെ എന്തെടുക്കുകയായിരുന്നു? അവന്റെ ഉദ്ദേശം നിർദോഷമായിരുന്നുവെങ്കിൽ അവനത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ശരിയാണ്, അവൻ കുറ്റക്കാരനല്ലായിരുന്നെങ്കിൽ അവൻ എന്തുകൊണ്ട് കള്ളം കണ്ടുപിടിച്ചില്ല? അവന്റെ മൗനം രണ്ടു വിധത്തിലും വ്യാഖ്യാനിക്കാം. ഈ കേസിൽ വിചിത്രങ്ങളായ പല സൂചനകളുണ്ട്. നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയ ആ ശബ്ദത്തെക്കുറിച്ച് പോലീസ് എന്തു പറയുന്നു? ആർതർ കിടക്കമുറിയുടെ വാതിലടച്ചതായിരിക്കും അതെന്നാണ് അവർ കരുതുന്നത്. സാധ്യതയുള്ള കഥ. കുറ്റം ചെയ്യാൻ തുടങ്ങുന്ന ഒരുത്തൻ വീട് മുഴുവൻ ഉണരാൻ പാകത്തിന് വാതിലടയ്ക്കുക. അങ്ങനെയെങ്കിൽ പിന്നെ ആ രത്നങ്ങൾ കാണാതായതിനെക്കുറിച്ച് അവരെന്ത് പറയുന്നു? അവരിപ്പോഴും മരസാമാനങ്ങൾ തട്ടുകയും മുട്ടുകയും നീക്കുകയും ഒക്കെയാണ്. അത് കാണാനാവുമെന്ന പ്രതീക്ഷയിൽ. വീടിന് പുറത്തു നോക്കുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ? ഉവ്, അസാധാരണ താല്പര്യം അവർ കാട്ടി. പൂന്തോട്ടം മുഴുവൻ സൂക്ഷ്മമായി പരിശോധിച്ചു. അപ്പോൾ പ്രിയപ്പെട്ട സാർ, ആദ്യം വിചാരിക്കാനിടയായതിനേക്കാൾ വളരെ ആഴമുള്ള ഒന്നാണ് ഈ കാര്യമെന്ന് നിങ്ങൾക്ക് വ്യക്തമായില്ലേ? നിങ്ങളുടെ മകൻ കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. എന്നിട്ട് വലിയ ബുദ്ധിമുട്ടോടെ നിങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി മേശ തുറന്ന് രത്നപതക്കമെടുത്തു. അതിന്റെ ഒരു ഭാഗം ബലമായി പൊട്ടിച്ചെടുത്തു. വേറെ ഏതോ ഭാഗത്ത് പോയി 39ൽ 3 മറച്ചു വെച്ചു, മറ്റാരും കാണാത്ത വിധം. പിന്നെ ബാക്കി 36 രത്നവുമായി കണ്ടുപിടിക്കപ്പെടാമെന്ന അപകട സാധ്യതയോടെ വീണ്ടും തിരിച്ചു വന്നു. ഇത്തരമൊരു സിദ്ധാന്തം സ്വീകാര്യമാണോ? പക്ഷേ ഹോംസ്, വേറെന്താണുള്ളത്? ഉദ്ദേശങ്ങൾ നിർദോഷങ്ങളായിരുന്നെങ്കിൽ അവൻ എന്താണ് അവ വിശദീകരിക്കാത്തത്? അത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ജോലിയാണ്. മിസ്റ്റർ ഹോൾഡർ, ദയവായി നമുക്ക് ഒരുമിച്ച് ശ്രീധാമിലേക്ക് പോവാം. എന്നിട്ട് വിവരങ്ങൾ ഒന്നുകൂടി സൂക്ഷ്മമായി 1 മണിക്കൂർ നോക്കാം. അവരുടെ യാത്രയിൽ വാട്സനും അനുഗമിക്കണമെന്ന് ഹോംസ് നിർബന്ധിച്ചു. ദുഃഖിതനായ ആ പിതാവിനെ പോലെ ബാങ്കറുടെ മകന്റെ കുറ്റം വ്യക്തമാണെന്ന് വാട്സനും തോന്നി. വെള്ളക്കല്ലുകൊണ്ടുണ്ടാക്കിയ വലിയ വീടായിരുന്നു ഫെയർ ബാങ്ക്. റോഡിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറി സ്ഥിതി ചെയ്യുന്നു. 2 വലിയ ഗേറ്റുകൾക്ക് പിന്നിൽ മഞ്ഞു മൂടിയ പുൽത്തകിടികൾ ചേർന്ന വീതി കൂടിയ വഴി. വലതുഭാഗത്തായി ചെറിയ കുറ്റിക്കാടുകൾ. അതിൽ കൂടെ ചെറിയൊരു ഊടുവഴി അടുക്കള വരെയുണ്ട്. വൃത്തിയായി 2 വേലികൾ അവിടേക്ക് നയിക്കുന്നുമുണ്ട്. കച്ചവടക്കാരും മറ്റും പ്രവേശിക്കുന്നത് ഇതിലെയാണ്. ഇടതുഭാഗത്തായി ഒരു വഴി കുതിരലായത്തിലേക്കുണ്ട്. അധികം ഉപയോഗിക്കാത്ത വഴിയാണത്. അവരെ വാതിൽക്കൽ നിർത്തിയിട്ട് ഹോംസ് വീടിന് ചുറ്റും പതുക്കെ നടന്ന് കച്ചവടക്കാർക്കുള്ള വഴിയിലൂടെ തോട്ടം ചുറ്റി കുതിരലായത്തിന്റെ പുറകിലുള്ള വഴിയിൽ ചെന്നു. അദ്ദേഹം അങ്ങനെ നടന്നപ്പോൾ വാട്സനും മിസ്റ്റർ ഹോൾഡറും കൂടി ഭക്ഷണമുറിയിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം വരുന്നതുവരെ നെരിപ്പോടിനടുത്ത് കാത്തിരുന്നു. അവരവിടെ നിശബ്ദരായിരിക്കുമ്പോൾ വാതിൽ തുറന്ന് ഒരു യുവതി കടന്നു വന്നു. അവൾക്ക് സാധാരണയിലേറെ ഉയരമുണ്ടായിരുന്നു. കറുത്ത മുടിയും കണ്ണുകളും അവളുടെ ശരീരത്തിന്റെ വിളർച്ച മൂലം കൂടുതൽ കറുത്തതായി തോന്നി. ഒരു സ്ത്രീയുടെ മുഖത്ത് ഇത്രയധികം വിളർച്ച
ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്ന് വാട്സന് തോന്നി. അവളുടെ ചുണ്ടുകളും രക്തരഹിതമായിരുന്നു, കണ്ണുകളും കരഞ്ഞു കലങ്ങിയാണിരിക്കുന്നത്. പതുക്കെ അവൾ മുറിയിലേക്ക് കടന്നപ്പോൾ രാവിലെ ബാങ്കർ വിവരിച്ചതിലധികം ദുഃഖം അവൾക്കുണ്ടെന്ന് തോന്നി. സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവും ആത്മധൈര്യവും അവൾക്കുണ്ടെന്ന് വളരെ വ്യക്തമായിരുന്നു. വാട്സന്റെ സാന്നിധ്യം അവഗണിച്ചുകൊണ്ട് അവൾ അമ്മാവന്റെ അടുത്തേക്ക് ചെന്ന് സ്ത്രീ സഹജമായ രീതിയിൽ സ്നേഹത്തോടെ അദ്ദേഹത്തിന്റെ തലയിൽ തലോടി. ആർദ്രെ വിട്ടയക്കണമെന്ന് ഡാഡി പറഞ്ഞിട്ടില്ലേ? അവൾ ചോദിച്ചു. ഇല്ല ഇല്ല എന്റെ കുട്ടി, സംഭവം മുഴുവനും അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ അയാൾ നിരപരാധിയാണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. ഇങ്ങനെ ക്രൂരമായി പെരുമാറിയതിന് പിന്നെ അങ്ങ് ദുഃഖിക്കേണ്ടി വരും. അവൻ നിരപരാധിയാണെങ്കിൽ പിന്നെ മിണ്ടാതിരിക്കുന്നത് എന്തിനാണ്? ആർക്കറിയാം, ഒരുപക്ഷെ അങ്ങ് അയാളെ സംശയിക്കുന്നത് കൊണ്ട് ദേഷ്യപ്പെട്ടിരിക്കുകയാവും. എനിക്കെങ്ങനെ അവനെ സംശയിക്കാതിരിക്കാൻ ഒക്കും? അവന്റെ കയ്യിൽ ആ കിരീടം ഇരിക്കുന്നത് വാസ്തവത്തിൽ കണ്ട നിലയ്ക്ക്. ഓ, ഒന്ന് കാണാനായി അയാൾ അത് എടുത്തതാണെന്ന് വന്നുകൂടെ? അയാൾ നിരപരാധിയാണെന്ന എന്റെ വാക്ക് ദയവായി വിശ്വസിക്കൂ. കൂടുതലൊന്നും പറയാതെ കാര്യം ഇവിടെ അവസാനിപ്പിക്കൂ. നമ്മുടെ പ്രിയപ്പെട്ട ആർതർ ജയിലിൽ കിടക്കുന്ന കാര്യം ആലോചിക്കുന്നത് പോലും ഭയാനകമാണ്. ഇല്ല മേരി, ആ രത്നങ്ങൾ കണ്ടുപിടിക്കും വരെ ഞാൻ ഒരിക്കലും ഇത് അവസാനിപ്പിക്കില്ല. ആർതറോടുള്ള നിന്റെ സ്നേഹം നിന്നെ അന്ധയാക്കിയിരിക്കുന്നു. എനിക്കുണ്ടാകുന്ന ഭയങ്കര ആപത്തുകൾ നിനക്ക് കാണാൻ കഴിയുന്നില്ല. മൂടിവെക്കപ്പെട്ടതിനു പകരം കൂടുതലായി അന്വേഷണം നടത്താൻ ഞാൻ ലണ്ടനിൽ നിന്നും ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ മനുഷ്യനാണോ അത്? അവൾ വാട്സനെ നോക്കി ചോദിച്ചു. അല്ല, ഇദ്ദേഹത്തിന്റെ സ്നേഹിതൻ. അദ്ദേഹം ഇപ്പോൾ കുതിരലായത്തിന്റെ വഴിയിൽ എവിടെയോ ഉണ്ട്. കുതിരലായത്തിന്റെ വഴിയിലോ? കറുത്ത പുരുക്കങ്ങൾ ഉയർത്തി അവൾ ചോദിച്ചു. അവിടെ എന്ത് കാണാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്? അതെ, അദ്ദേഹം വരുന്നുണ്ട്. ഹലോ സാർ, ഈ കുറ്റത്തിൽ എന്റെ കസിൻ ആർതർ നിരപരാധിയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സത്യം അങ്ങ് തെളിയിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പൂർണ്ണമായും നിങ്ങളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. അത് തെളിയിക്കാൻ നമുക്ക് കഴിയുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. ഹോംസ് തന്റെ ഷൂസിൽ പറ്റിപ്പിടിച്ചിരുന്ന മഞ്ഞ് താഴെ പായിൽ തൂത്തുകൊണ്ടിരുന്നു. നിങ്ങൾ മിസ് മേരി ഹോൾഡർ അല്ലേ? നിങ്ങളോട് ഒന്നോ രണ്ടോ ചോദ്യം ചോദിക്കട്ടെ? ചോദിക്കൂ സാർ. ഈ ഭീകര പ്രശ്നത്തിന് അതിരാശ്വാസമാകുമെങ്കിൽ. നിങ്ങൾ ഇന്നലെ രാത്രി ഒന്നും കേട്ടില്ലേ? ഇല്ല, ഒന്നും കേട്ടില്ല. ഈ ഇരിക്കുന്ന അമ്മാവൻ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങും വരെ. അത് കേട്ട് ഞാൻ താഴേക്ക് വന്നു. നേരത്തെ നിങ്ങളല്ലേ ജനലും കതകുമെല്ലാം അടച്ചത്? എല്ലാ ജനലുകളും നിങ്ങൾ കുറ്റിയിട്ടിരുന്നില്ലേ? ഉവ്വ്. ഇന്ന് രാവിലെയും അവയെല്ലാം അടഞ്ഞു തന്നെ കിടന്നിരുന്നു. ഉവ്വ്. കാമുകനുള്ള ഒരു വേലക്കാരി നിങ്ങൾക്കില്ലേ? അവനെ കാണാനായി അവൾ ഇന്നലെ രാത്രി പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന് നിങ്ങൾ അമ്മാവനോട് പറഞ്ഞെന്ന് തോന്നുന്നു. അതെ, അവളാണ് വിശ്രമമുറിയിൽ ഉണ്ടായിരുന്നത്. കിരീടത്തെക്കുറിച്ച് അമ്മാവന്റെ പരാമർശം അവൾ കേട്ടിരിക്കാം. അത് ശരി. പുറത്തുപോയി കാമുകനോട് പറഞ്ഞിട്ട് ഇരുവരും കൂടി ഈ കൊള്ള നടത്താൻ പ്ലാൻ ഇട്ടതാകുമെന്ന് നിങ്ങൾ ഊഹിക്കുന്നു. പക്ഷേ അവ്യക്തമായ ഈ ഊഹാപോഹങ്ങൾ കൊണ്ട് എന്താണ് ഗുണം? അക്ഷമനായി മിസ്റ്റർ ഹോൾഡർ ചോദിച്ചു. കിരീടവുമായി ആർതർ നിൽക്കുന്നത് കണ്ടുവെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ നിലയ്ക്ക്. ഹോൾഡർ, അല്പം നിൽക്കൂ, നമുക്കതിലേക്ക് വരാം. ആ പെണ്ണിനെ കുറിച്ച് പറയൂ. മേരി ഹോൾഡർ, നിങ്ങൾ അടുക്കള വാതിലിലൂടെ അവൾ മടങ്ങി വരുന്നത് കണ്ടുവെന്ന് ഞാൻ കരുതട്ടെ? ഉവ്വ്. ആ വാതിൽ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ ഞാൻ ചെന്നപ്പോൾ അവൾ അകത്തേക്ക് കടക്കുന്നത് കണ്ടു. ഇരുട്ടിൽ ഞാൻ ആ മനുഷ്യനെയും കണ്ടു. നിങ്ങൾക്ക് അവനെ അറിയാമോ? ഓ ഉവ്വ്, ഞങ്ങൾക്ക് പച്ചക്കറി കൊണ്ടുവന്നിരുന്നവനാണ് അയാൾ. അയാളുടെ പേര് ഫ്രാൻസിസ് പ്രോസ്പർ എന്നാണ്. അയാൾ വാതിലിന് ഇടതുഭാഗത്തായി നിന്നു. അതായത് വാതിലിനടുത്തല്ല, അല്പം അകലെയായി വഴിയിൽ, അല്ലേ? അതെ, അങ്ങനെ തന്നെ. അയാളുടെ ഒരു കാൽ മരം കൊണ്ട് വെച്ച് പിടിപ്പിച്ചതാണ്. അത് കേട്ടതും ആ യുവതിയുടെ മുഖത്തെ വാചാലമായ കറുത്ത കണ്ണുകളിൽ ഭയം പോലെ എന്തോ ഒന്ന് അടിഞ്ഞുകൂടി. എന്ത്? നിങ്ങളൊരു മാന്ത്രികനെ പോലെയാണല്ലോ. നിങ്ങളിതെങ്ങനെ അറിഞ്ഞു? ചിരിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞതെങ്കിലും ഹോംസിന്റെ മെലിഞ്ഞ ആകാംക്ഷ പൂണ്ട മുഖത്ത് ചിരിയൊന്നുമില്ലായിരുന്നു. വീടിന്റെ പുറത്തേക്ക് ചിലപ്പോൾ എനിക്ക് ഒന്നുകൂടി പോകേണ്ടി വരും. മുകളിലേക്ക് പോകുന്നതിന് മുൻപ് താഴത്തെ ജനലുകൾ ഒന്നുകൂടി നോക്കിയേക്കാം. ഒരു ജനലിനടുത്ത് നിന്ന് മറ്റൊന്നിലേക്ക് അദ്ദേഹം വേഗം നടന്നു. വലിയ ഒരു ജനാലയ്ക്കടുത്ത് മാത്രമേ നിൽക്കുകയുണ്ടായുള്ളൂ. ഹാളിൽ നിന്നും തൊഴുത്തിന് നേരെയുള്ളതിന്റെ അടുത്ത്. എന്നിട്ട് അതിന്റെ പടി തന്റെ ഭൂതക്കണ്ണാടി കൊണ്ട് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. വളരെ ലളിതമായി സജ്ജീകരിച്ചിരുന്ന ഒന്നായിരുന്നു ബാങ്കറുടെ ഡ്രസ്സിംഗ് റൂം. ചെറിയ ഒരു മുറിയിൽ തവിട്ട് നിറത്തിലുള്ള കാർപ്പറ്റ്, വലിയൊരു എഴുത്തുമേശ, വലിയൊരു നിലക്കണ്ണാടി, ഇത്രയുമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം മേശയുടെ അടുത്തേക്കാണ് അദ്ദേഹം ചെന്നത്. ഏതു താക്കോലാണ് ഇത് പൂട്ടാൻ ഉപയോഗിക്കുന്നത്? എന്റെ മകൻ സൂചിപ്പിച്ചത് തന്നെ. ആ മുറിയിലെ ചുവരലമാരയുടെ താക്കോൽ. അതെവിടെ ഉണ്ടോ? ആ ഡ്രസ്സിംഗ് ടേബിളിലുണ്ട്. ഷെർലക് ഹോംസ് അതെടുത്ത് മേശ തുറന്നു. ഒച്ചയില്ലാത്തൊരു പൂട്ടാണിത്. ഇത് നിങ്ങളെ ഉണർത്താത്തതിൽ അത്ഭുതമില്ല. ഈ പെട്ടിയിലായിരുന്നു ആ രത്നപതകം ഇരുന്നത്, അല്ലേ? നമുക്കതൊന്ന് നോക്കാം. അദ്ദേഹം പെട്ടി തുറന്നു. എന്നിട്ട് ആ ആഭരണം എടുത്ത് മേശപ്പുറത്ത് വെച്ചു. അത് രത്നാഭരണ നിർമ്മാണ കലയിലുള്ള വൈദഗ്ധ്യത്തിന് ഒന്നാന്തരം ഉദാഹരണമായിരുന്നു. ആ 36 രത്നങ്ങളും ഏറ്റവും മനോഹരമായിരുന്നു. ഒടിഞ്ഞ ഒരു മൂലയിൽ 3 രത്നങ്ങൾ കാണാനുമില്ല. മിസ്റ്റർ ഹോൾഡർ, ദൗർഭാഗ്യകരമാവണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ ഭാഗം ഇതാണ്. നിങ്ങളിതൊന്ന് നിവർത്താമോ? ബാങ്കർ ഭയന്ന് വിറച്ചുപോയി. അയ്യോ, സ്വപ്നത്തിൽ കൂടി ഞാനത് പരീക്ഷിക്കാൻ തയ്യാറല്ല. എങ്കിൽ ഞാൻ നോക്കാം. ഹോംസ് പെട്ടെന്ന് തന്റെ ശക്തി അതിൽ പ്രയോഗിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. അല്പം ചലിച്ചു. എന്റെ കൈക്കരുത്ത് മുഴുവൻ ഉപയോഗിച്ചാലും ഇത് നേരെയാവാൻ സമയമെടുക്കും.
ഒരു സാധാരണ മനുഷ്യന് ഇത് സാധ്യമല്ല. നിങ്ങളുടെ കിടക്കറയിൽ നിന്നും ഏതാനും വാര അകലത്തിൽ ഇതെല്ലാം നടന്നുവെന്നും എന്നിട്ടും നിങ്ങളൊന്നും കേട്ടില്ലെന്നുമാണോ പറയുന്നത്? എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കൊന്നും അറിയില്ല. മേരി എന്തു പറയുന്നു? അമ്മാവനെ പോലെ തന്നെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഹോൾഡർ, നിങ്ങൾ ആർതറെ കണ്ടപ്പോൾ അവന്റെ കാലിൽ ഷൂസോ ചെരുപ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. അവന്റെ ട്രൗസറും ഷർട്ടുമല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. ഓ നന്ദി. ഈ അന്വേഷണത്തിൽ നമുക്ക് തീർച്ചയായും ഒരു അസാധാരണ ഭാഗ്യമുണ്ടായി. ഇനി ഇത് തെളിയിക്കുന്നതിൽ വിജയിച്ചില്ലെങ്കിൽ അതിന്റെ മുഴുവൻ കുറ്റവും നമ്മുടേതാണ്. മിസ്റ്റർ ഹോൾഡർ, ഇനി എന്റെ അന്വേഷണങ്ങൾ പുറത്താണ്. ഷെർലക് ഹോംസ് ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോയത്. കാരണം അനാവശ്യമായ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിന്റെ ജോലിക്ക് വൈഷമ്യം ഉണ്ടാകുമത്രേ. 1 മണിക്കൂറിലേറെ അദ്ദേഹം ജോലിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ കാലിൽ നിറയെ മഞ്ഞുകട്ട പിടിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ കാണേണ്ടതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ മുറിയിലേക്ക് മടങ്ങട്ടെ. പക്ഷേ രത്നങ്ങൾ എവിടെ മിസ്റ്റർ ഹോംസ്? എനിക്കത് പറയാനാവില്ല. ബാങ്കർ തന്റെ കൈകൾ ഞെരിച്ചു. ഞാനിനി അവ ഒരിക്കലും കാണില്ല. എന്റെ മകൻ, നിങ്ങൾ എനിക്കൊരു ആശ തരുന്നുവോ? അയാൾ തേങ്ങി. മിസ്റ്റർ ഹോൾഡർ, എന്റെ അഭിപ്രായം ഒരു തരത്തിലും മാറിയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ എന്റെ വീട്ടിലിറങ്ങിയേറിയ ഈ ഇരുണ്ട കച്ചവടം എന്തായിരുന്നുവെന്ന് ദൈവത്തെ ഓർത്തൊന്ന് പറയൂ. നാളെ രാവിലെ 9-നും 10-നും ഇടയ്ക്ക് ബേക്കർ സ്ട്രീറ്റിലെ എന്റെ മുറിയിൽ വന്ന് കാണാമെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാം. ഞാൻ രത്നങ്ങൾ തിരിച്ചു തന്നാൽ നിങ്ങൾ എനിക്കൊരു ബ്ലാങ്ക് ചെക്ക് തരുമെന്നും എനിക്കിഷ്ടമുള്ള തുക എഴുതിയെടുക്കാൻ അനുവദിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഹോംസ്, അവ തിരിച്ചു കിട്ടാൻ എന്റെ സകല സ്വത്തും ഞാൻ തരാം. കൊള്ളാം. എങ്കിൽ നാളെ കാണാം. പിന്നെ വൈകുന്നേരത്തിന് മുൻപ് ഞാൻ ഒന്നുകൂടി ഇവിടെ വരാൻ സാധ്യതയുണ്ട്. ഷെർലക് ഹോംസിന് കേസിനെ കുറിച്ചെല്ലാം പിടികിട്ടിയെന്ന് വാട്സന് വ്യക്തമായി. എങ്കിലും എന്താണ് അദ്ദേഹത്തിന്റെ നിഗമനങ്ങളെന്ന് വാട്സൺ ഊഹിക്കാൻ പോലും കഴിഞ്ഞില്ല. അവരുടെ മടക്കയാത്രയിൽ പലതവണ അത് ചോദിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഹോംസ് മറ്റു വിഷയങ്ങളിലേക്ക് തെന്നി മാറിക്കളഞ്ഞു. അതിനാൽ ഒടുവിൽ നിരാശയോടെ വാട്സൺ അത് ഉപേക്ഷിച്ചു. അവർ ബേക്കർ സ്ട്രീറ്റിലെത്തി. ഹോംസ് വേഗം മുറിയിലേക്ക് പോയി. നിമിഷങ്ങൾക്കകം വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരുത്തന്റെ വേഷം ധരിച്ചു വന്നു. തിളക്കമുള്ള പഴകിയ കോട്ടും ചുവന്ന മഫ്ലറും ഷൂസും ഇട്ടു വന്ന ഹോംസ് ആ വർഗത്തിൽപ്പെട്ട ഒരുത്തനായി തന്നെ തോന്നി. നെരിപ്പോടിന് മുകളിൽ വെച്ചിരുന്ന കണ്ണാടിയിൽ നോക്കി അദ്ദേഹം പറഞ്ഞു, വാട്സൺ, ഇത് മതിയെന്ന് തോന്നുന്നു. അധികം താമസിയാതെ ഞാൻ വന്നേക്കാം. ഭിത്തി അലമാരയിൽ നിന്നും ഒരു കഷ്ണം മാട്ടിറച്ചി മുറിച്ച് 2 കഷ്ണം റൊട്ടിക്കിടയിൽ വെച്ച് അവ പോക്കറ്റിലേക്ക് തിരുകി അദ്ദേഹം യാത്ര ആരംഭിച്ചു. അദ്ദേഹം മടങ്ങിയെത്തിയത് വളരെ ഉത്സാഹത്തിമിർപ്പോടെയാണ്. ഒരു പഴയ ഷൂസ് കയ്യിൽ തൂക്കിപ്പിടിച്ചിരുന്നു. ഒരു മൂലയിലേക്ക് അത് വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹം ഒരു കപ്പ് ചായ എടുത്തു കുടിച്ചു. വാട്സൺ, നിങ്ങളെ കണ്ടതിൽ പിന്നെ ഞാൻ വീണ്ടും ശ്രീധാമിൽ പോയിരുന്നു. പക്ഷേ ഞാൻ ആ വീട് സന്ദർശിച്ചില്ല. അതൊരു സുന്ദരമായ ചെറിയ പ്രശ്നമാണ്. എന്തു വന്നാലും എനിക്കത് നഷ്ടപ്പെടരുത്. ഹോംസിന്റെ പെരുമാറ്റത്തിൽ നിന്നും സംതൃപ്തിക്ക് വകയുണ്ടെന്ന് വാട്സന് തോന്നി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തിളക്കവും കവിൾത്തടങ്ങളിൽ അല്പം തുടിപ്പും കണ്ടു. ഹോംസ് ധൃതിയിൽ മുകളിലേക്ക് പോയി. അല്പസമയത്തിനകം ഹാളിന്റെ വാതിലടയുന്ന ശബ്ദം കേട്ടു. തന്റെ ഹിതമായ വേട്ടയ്ക്കായി ഹോംസ് വീണ്ടും പുറത്തേക്ക് പോയി. അർദ്ധരാത്രി വരെ വാട്സൺ കാത്തിരുന്നു. എന്നാൽ അദ്ദേഹം മടങ്ങി വരുന്ന ലക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ വാട്സൺ ബേക്കർ സ്ട്രീറ്റിലെത്തി. ഷെർലക് ഹോംസ് ഒരു കൈയിൽ ഒരു കപ്പ് കാപ്പിയും മറുകൈയിൽ പത്രവുമായി വളരെ പ്രസരിപ്പോടുകൂടി ഇരിക്കുന്നത് കണ്ടു. വാട്സൺ, ക്ഷമിക്കൂ. നിങ്ങൾ വരുന്നതിന് മുൻപ് ഞാൻ തുടങ്ങി. പിന്നെ നമ്മുടെ കക്ഷി ഇന്ന് അതിരാവിലെ തന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ 9 മണി ആയല്ലോ. ഹോംസ്, എനിക്ക് തോന്നുന്നു ഇത് അയാളാണെന്ന്. പുറത്ത് മണിയടിക്കുന്ന ശബ്ദം കേട്ടു. അത് മിസ്റ്റർ ഹോൾഡർ ആയിരുന്നു. അയാൾക്കുണ്ടായ മാറ്റം കണ്ട് വാട്സൺ ഞെട്ടിപ്പോയി. അയാളുടെ മുഖം വാടി തളർന്നിരുന്നു. തലമുടി നരച്ചതുപോലെ വെള്ള നിറമായി. ക്ഷീണിച്ചവശനായി അയാൾ കടന്നു വന്നു. തലേനാളത്തേക്കാൾ വേദനാജനകമായിരുന്നു ആ രൂപം. വാട്സൺ അയാളെ ഒരു കസേരയിലിരുത്തി. ഹോൾഡർ പറഞ്ഞു, ഹോംസ്, ഇങ്ങനെ കഠിനമായി പരീക്ഷിക്കാൻ ഞാൻ എന്ത് ചെയ്തു എന്ന് അറിഞ്ഞുകൂടാ. 2 ദിവസം മുൻപ് എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, ക്ഷേമവും ഒരു മനോവ്യഥയും ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ഏകാകിയും അപമാനിതനുമായ ഒരു വയസ്സൻ. ഒരു ദുഃഖത്തെ തുടർന്ന് മറ്റൊരെണ്ണം കൂടി വന്നിരിക്കുന്നു. എന്റെ അനന്തരവൾ മേരിയും എന്നെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നു. ഹോംസ്. ഉപേക്ഷിച്ചു വന്നോ? വാട്സൺ ചോദിച്ചു. ഉവ്, ഇന്ന് രാവിലെ അവളുടെ മുറിയിൽ ഞാൻ നോക്കുമ്പോൾ അവളെ കാണാനില്ല. ഹാളിലെ മേശയിൽ ഒരു കുറിപ്പ് കിടന്നു. ഇന്നലെ രാത്രി അവൾ എന്റെ മകനെ വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. അത് ദുഃഖം കൊണ്ടാണ്, കോപം കൊണ്ടല്ല. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞത് ആലോചനയില്ലായ്മ ആവാം. ആ അഭിപ്രായത്തെക്കുറിച്ച് അവൾ ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട അമ്മാവന്, ഞാനാണ് ഈ ശല്യം അമ്മാവന് ഉണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ മറ്റൊരു തരത്തിൽ പെരുമാറിയിരുന്നെങ്കിൽ ഈ ഭയങ്കര ദൗർഭാഗ്യം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. മനസ്സിൽ ഈ ചിന്തയുമായി ഈ വീട്ടിൽ എനിക്ക് സന്തോഷത്തോടെ കഴിയാൻ സാധിക്കില്ല. അതിനാൽ എന്നേക്കുമായി അങ്ങയെ ഉപേക്ഷിച്ച് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഭാവി ഓർത്ത് വിഷമിക്കരുത്. കാരണം അത് നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. എല്ലാറ്റിനും ഉപരി എന്നെ അന്വേഷിക്കരുത്. കാരണം അതൊരു പാഴ്വേലയാവും. അതെനിക്ക് ഗുണവുമാവില്ല. ജീവിതത്തിലും മരണത്തിലും എപ്പോഴും അങ്ങയെ സ്നേഹിക്കുന്ന മേരി. ഹോംസ്, ഈ കുറിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആത്മഹത്യയെ സൂചിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കാമോ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. ഒരുപക്ഷെ അതാണ് ഏറ്റവും സാധ്യതയുള്ള പരിഹാരം. മിസ്റ്റർ ഹോൾഡർ,
നിങ്ങളുടെ ശല്യങ്ങൾ അവസാനിക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. താങ്കൾ അങ്ങനെയാണോ പറയുന്നത്? നിങ്ങൾ എന്തോ ചിലത് കേട്ടിരിക്കുന്നു, ചിലത് അറിഞ്ഞിരിക്കുന്നു. ആ രത്നങ്ങൾ എവിടെ? മിസ്റ്റർ ഹോൾഡർ, അവയിലൊന്നിന് 1000 പണം അധികമാണെന്ന് നിങ്ങൾ കരുതുകയില്ലല്ലോ. ഞാൻ അതിൽ കൂടുതൽ തരാം. അത് അനാവശ്യമാണ്. 3000 കൊണ്ട് കാര്യം തീർക്കാം. ചെറിയൊരു പാരിതോഷികവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ചെക്ക് ബുക്ക് കയ്യിലുണ്ടോ? ഇതാ പേന. 4000 പവന് ഒരു ചെക്ക് എഴുതൂ. അമ്പരന്ന മുഖത്തോടെ ബാങ്കർ ആവശ്യപ്പെട്ട തുകയ്ക്ക് ചെക്കെഴുതി തന്റെ മേശക്കരികിലേക്ക് നടന്ന ഹോംസ് 3 രത്നങ്ങൾ പതിച്ച ത്രികോണാകൃതിയിലുള്ള സ്വർണ്ണക്കഷ്ണം എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു. ഹോൾഡർ അമ്പരപ്പോടെ അത് ചാടിയെടുത്തു. നിങ്ങൾക്കിത് കിട്ടിയോ? ഞാൻ രക്ഷപ്പെട്ടു, അയാൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. ദുഃഖത്തോടെന്ന പോലെ വികാരഭരിതമായിരുന്നു അയാളുടെ സന്തോഷത്തോടെയുള്ള പ്രതികരണവും. തിരിച്ചു കിട്ടിയ ആ രത്നങ്ങൾ അയാൾ മാറോട് ചേർത്തു. മിസ്റ്റർ ഹോൾഡർ, നിങ്ങൾക്ക് ബാധ്യതയുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഹോംസ് അല്പം കടുപ്പിച്ച് പറഞ്ഞു. ബാധ്യതയോ? എങ്കിൽ തുക പറയൂ, ഞാനത് തരാം. അയാൾ ഒരു പേനയെടുത്തു. അല്ല, ബാധ്യത എന്നോടല്ല, നിങ്ങളുടെ മകനില്ലേ, അവനോട് നിങ്ങൾ വളരെ താഴ്മയായി ക്ഷമ ചോദിക്കണം. എനിക്കൊരു മകനുണ്ടായിരുന്നുവെങ്കിൽ അവൻ പെരുമാറും പോലെ തന്നെ നിങ്ങളുടെ മകൻ എന്നെ ഈ കാര്യത്തിൽ സഹായിച്ചു. അപ്പോൾ ആർതർ അല്ലേ ഇത് മോഷ്ടിച്ചത്? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞത് തന്നെ ഇന്നും ആവർത്തിക്കുന്നു, അതവനല്ല. നിങ്ങൾക്കുറപ്പാണോ? എങ്കിൽ നമുക്കുടനെ അവന്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് സത്യം അറിഞ്ഞു എന്ന് അവനെ അറിയിക്കണം. അവനതറിഞ്ഞു കഴിഞ്ഞു. ഞാനതെല്ലാം തെളിയിച്ചു കഴിഞ്ഞപ്പോൾ അവനുമായി സംസാരിച്ചു. അവൻ കഥ പറയില്ലെന്ന് കണ്ട് ഞാനതെല്ലാം പറഞ്ഞു. അപ്പോഴത് ശരിയാണെന്ന് അവൻ സമ്മതിച്ചു. എനിക്ക് വ്യക്തമാവാത്ത ചിലത് അവൻ പറഞ്ഞു തന്നു. എങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ അസാധാരണ രഹസ്യം എന്താണെന്ന് എന്നോട് പറയൂ. ഞാൻ പറയാം. ഞാൻ എടുത്ത നടപടികളും വിവരിക്കാം. ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയുവാനും നിങ്ങൾക്ക് കേൾക്കുവാനും വിഷമമുള്ള ഒന്നിനെക്കുറിച്ച് പറയാൻ എന്നെ അനുവദിക്കൂ. നിങ്ങളുടെ അനന്തരവൾ മേരിയും സർ ജോർജ് ബേൺവെല്ലുമായി ഒരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊന്നിച്ച് നാടുവിട്ടിരിക്കുന്നു. എന്റെ മേരിയോ? അസാധ്യം. മിസ്റ്റർ ഹോൾഡർ, നിർഭാഗ്യമെന്ന് പറയട്ടെ, അത് തീർച്ചയാണ്. നിങ്ങളുടെ കുടുംബ വലയത്തിലേക്ക് ആ മനുഷ്യനെ കടക്കാൻ അനുവദിച്ചപ്പോൾ നിങ്ങളോ മകനോ അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞിരുന്നില്ല. അയാൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും അപകടകാരികളിൽ ഒരുത്തനാണ്. തകർന്ന ചൂതുകളിക്കാരൻ, മനസാക്ഷിയോ ഹൃദയമോ ഇല്ലാത്തവൻ. നിങ്ങളുടെ അനന്തരവൾക്ക് അത്തരം ആളുകളെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അതിനു മുൻപ് 100 കണക്കിന് ആളുകളോട് ചെയ്തിട്ടുള്ളതുപോലെ അവളോടും അവൻ പ്രതിജ്ഞ ചെയ്തപ്പോൾ അവൾ സ്വയം പൊങ്ങിപ്പോയി. അവൾ മാത്രമേ അവന്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുള്ളൂ എന്ന് ധരിച്ചു. അവൻ എന്തു പറഞ്ഞുവെന്ന് ചെകുത്താനും മാത്രമേ അറിയൂ. പക്ഷേ അവൾ അവന്റെ ഉപകരണമായി മാറി. മിക്കവാറും എന്നും വൈകിട്ട് അവർ കണ്ടുമുട്ടുക പതിവായിരുന്നു. എനിക്കിതൊരിക്കലും വിശ്വസിക്കാനാവില്ല. ഞാൻ വിശ്വസിക്കുകയില്ല. വിളറിയ മുഖത്തോടെ ബാങ്കർ പറഞ്ഞു. എങ്കിൽ ആ രാത്രിയിൽ നിങ്ങളുടെ വീട്ടിൽ എന്താണുണ്ടായതെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ അനന്തരവൾ മേരി നിങ്ങൾ മുറിയിലേക്ക് പോയെന്നറിഞ്ഞ തക്കത്തിന് കുതിരലായത്തിന്റെ വഴിയിലേക്കുള്ള ജനലരികിൽ ചെന്ന് കാമുകനുമായി സംസാരിച്ചു. വളരെ നേരം അവിടെ നിന്നിരുന്നതിനാൽ അവന്റെ കാൽപ്പാടുകൾ മഞ്ഞിൽ ദൃഢമായി പതിഞ്ഞിരുന്നു. കിരീടത്തെക്കുറിച്ച് അവൾ അവനോട് പറഞ്ഞു. ഈ വാർത്ത കേട്ട് സ്വർണത്തിനോടുള്ള കടുത്ത ആർത്തി ഉണ്ടായിരുന്ന അവൻ അവളെ തന്റെ ഇഷ്ടത്തിന് വളച്ചു. അവൾ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്നതിൽ എനിക്ക് സംശയമില്ല. പക്ഷേ കാമുകനോടുള്ള പ്രേമം മൂലം മറ്റുള്ളവരോടുള്ള സ്നേഹമെല്ലാം വിസ്മരിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അവൾ അത്തരക്കാരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ നിർദ്ദേശങ്ങൾ കഷ്ടപ്പെട്ട് കേട്ടപ്പോഴേക്കും നിങ്ങൾ താഴേക്കിറങ്ങി വരുന്നത് അവൾ കണ്ടു. അതിനാൽ അവൾ പെട്ടെന്ന് ജനലടച്ചു. എന്നിട്ട് മരക്കാല് പിടിപ്പിച്ച കാമുകനെ കാണാൻ നിങ്ങളുടെ വേലക്കാരി പോയ കാര്യം പറഞ്ഞു. അത് മുഴുവൻ സത്യമായിരുന്നു താനും. നിങ്ങളുടെ മകൻ ആർതർ നിങ്ങളെ കണ്ട ശേഷം കിടക്കാൻ പോയി. എന്നാൽ ക്ലബിലെ അവന്റെ കടം കാരണം അസ്വസ്ഥനായ അവന് ഉറക്കം വന്നില്ല. അർദ്ധരാത്രിയായപ്പോൾ വാതിലിനടുത്തുകൂടെ ആരോ മൃദുവായി നടക്കുന്ന ശബ്ദം കേട്ട് അവൻ ഉണർന്നു. മേരി വളരെ പതുക്കെ അതിലെ നടക്കുന്നത് കണ്ട അവൻ അത്ഭുതപ്പെട്ടു. നിങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് അവൾ കടക്കുവോളം അവൻ നോക്കി നിന്നു. അത്ഭുതം കൊണ്ട് കല്ലായി തീർന്ന പയ്യൻ ചില വസ്ത്രങ്ങൾ വലിച്ചു കയറ്റി ഈ വിചിത്ര സംഭവത്തിൽ നിന്ന് എന്താണ് ഉണ്ടാവുന്നത് എന്നറിയാൻ വാതിൽക്കൽ ആളെടുത്ത് വരും വരെ കാത്തുനിന്നു. പെട്ടെന്ന് അവൾ ആ മുറിയിൽ നിന്നും വന്നു. ഇടനാഴിയുടെ വെളിച്ചത്തിൽ അവളുടെ കയ്യിൽ ആ അമൂല്യ ആഭരണമാണ് ഇരിക്കുന്നതെന്ന് അവൻ കണ്ടു. അവൾ കോണിയിറങ്ങിയപ്പോൾ ഭയം കൊണ്ട് വിറച്ച അവൻ ഓടിപ്പോയി വാതിലിന്റെ കർട്ടന് പിന്നിൽ നിന്നു. അവിടെ നിന്നാൽ താഴെ ഹാളിൽ നടക്കുന്നത് എന്താണെന്ന് വ്യക്തമായി കാണാം. അവൾ പതുക്കെ ജനൽ തുറക്കുന്നത് അവൻ കണ്ടു. ഇരുട്ടിൽ നിൽക്കുന്ന ആർക്കോ ആ കിരീടം കൊടുക്കുന്നതും പിന്നെ ജനലടച്ച് ആർതർ മറഞ്ഞു നിൽക്കുന്ന കർട്ടനരികിലൂടെ മുറിയിലേക്ക് അവൾ കടന്നു പോകുന്നതും അവൻ കണ്ടു. അവൾ രംഗത്തുള്ളിടത്തോളം താൻ സ്നേഹിക്കുന്ന സ്ത്രീയുടെ ഭീകരത തുറന്നു കാട്ടാതെ അവനൊന്നും ചെയ്യാനാവില്ലായിരുന്നു. എന്നാൽ അവൾ പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കിത് എത്ര ദൗർഭാഗ്യകരമാകുമെന്ന് അവൻ മനസ്സിലാക്കി. അതു നേരെയാക്കേണ്ടത് എത്ര പ്രധാനമാണെന്നും. അവൻ താഴേക്ക് പോയി. നിന്ന നിൽപ്പിൽ ജനൽ തുറന്ന് നഗ്നപാതനായി മഞ്ഞിലേക്ക് ചാടി ആ വഴിയെ ഓടി. അവിടെ ചന്ദ്രപ്രകാശത്തിൽ ഒരു ഇരുണ്ട നിഴൽ കാണാൻ കഴിഞ്ഞു. സർ ജോർജ് ബേൺവെൽ ആയിരുന്നു. പക്ഷേ ആർതർ അവനെ കടന്നു പിടിച്ചു. അവർ തമ്മിൽ മൽപ്പിടുത്തമുണ്ടായി. നിങ്ങളുടെ മകൻ പതക്കത്തിന്റെ ഒരു വശത്തും എതിരാളി മറുവശത്തും. ഈ മല്ലയുദ്ധത്തിൽ നിങ്ങളുടെ മകൻ സർ ജോർജിനെ അടിച്ച് കണ്ണിനു മീതെ മുറിവേൽപ്പിച്ചു.
പെട്ടെന്നെന്തോ പൊട്ടി കിരീടം തന്റെ കയ്യിലായി എന്ന് കണ്ട നിങ്ങളുടെ മകൻ പുറകോട്ട് ഓടി ജനലടച്ചു നിങ്ങളുടെ മുറിയിലേക്ക് കടന്നു. അപ്പോഴാണ് മൽപ്പിടുത്തത്തിൽ പതക്കം വളഞ്ഞിരിക്കുന്നത് അവൻ കണ്ടത്. അത് നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ആ രംഗത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഹോംസ്, അത് സംഭവ്യമാണോ? ഹോൾഡർ കിതച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങളുടെ സ്നേഹനിർഭരമായി നന്ദി പ്രതീക്ഷിച്ച അവനെ നിങ്ങൾ ചീത്ത വിളിച്ച് പ്രകോപിപ്പിച്ചു. തന്റെ കയ്യിൽ നിന്നും അല്പം കൂടുതൽ പരിഗണന കിട്ടിയ ഒരാളെ വഞ്ചിക്കാതെ സംഗതിയുടെ സത്യാവസ്ഥ അവന് വിശദീകരിക്കാനാവില്ലായിരുന്നു. അവൻ ഏറെ ധീരോദാത്തമായി നിലപാടെടുത്തു. എന്നിട്ട് മേരിയുടെ രഹസ്യം അവൻ മനഃപൂർവ്വം ഒളിപ്പിച്ചു. ഓ, എന്നാൽ അതാണ് ആ പതക്കം കണ്ടപ്പോൾ അവൾ നിലവിളിച്ചതും ബോധം കെട്ട് താഴെ വീണതും. മിസ്റ്റർ ഹോൾഡർ അലറി. ദൈവമേ, ഞാൻ എന്തൊരു അന്ധനായി വിഡ്ഢിയായിരുന്നു. അവൻ 5 മിനിറ്റ് നേരത്തേക്ക് പുറത്തു പോകാൻ ചോദിച്ചത് വഴക്കുണ്ടായ സ്ഥലത്ത് നഷ്ടപ്പെട്ട കഷ്ടങ്ങളുണ്ടോയെന്ന് പാവത്തിന് നോക്കാൻ വേണ്ടിയായിരുന്നിരിക്കാം. എത്ര ക്രൂരമായി ഞാൻ അവനെ തെറ്റിദ്ധരിച്ചു. മിസ്റ്റർ ഹോൾഡർ, ഞാൻ വീട്ടിലെത്തിയപ്പോൾ വളരെ സൂക്ഷിച്ച് ചുറ്റും നടന്നു. എന്നെ സഹായിക്കാനാവുന്ന എന്തെങ്കിലും പാടുകൾ മഞ്ഞിലുണ്ടോ എന്നറിയാൻ. തലേന്ന് വൈകിയതിനു ശേഷം മഞ്ഞ് വീണിട്ടില്ലായിരുന്നു. തന്നെയല്ല, കനത്ത മഞ്ഞിൽ അടയാളങ്ങൾ ഭദ്രമായിരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു. അടുക്കള വശത്തെ വഴിയിലൂടെ ഞാൻ നടന്നു. പക്ഷെ അതെല്ലാം ചവിട്ടി മെതിക്കപ്പെട്ടതിനാൽ അവ്യക്തമാണെന്ന് കണ്ടു. അതിനൽപ്പം അപ്പുറം, എന്തായാലും അടുക്കള വാതിലിനൽപ്പം അകലെ മാറി നിന്ന് ഒരു സ്ത്രീ പരുഷമായി സംസാരിച്ചതായും വട്ടത്തിലുള്ള പാടിൽ നിന്നും അയാൾക്ക് മരക്കാലുകളാണ് ഉണ്ടായിരുന്നതെന്നും തെളിഞ്ഞു. അവർക്ക് എന്തോ സ്വല്പം ശല്യമുണ്ടായി എന്നും എനിക്ക് പറയാം. കാരണം ആ സ്ത്രീ വാതിലിനടുത്തേക്ക് തിരിച്ചോടി. ആഴത്തിൽ പതിഞ്ഞ കാൽവിരലുകളും ചെറിയ ഉപ്പൂറ്റുകളും ഇത് തെളിയിച്ചു. മരക്കാൽ അല്പം കാത്തുനിന്ന ശേഷമാണ് അവിടെ നിന്നും പോയതെന്നും വ്യക്തമായി. അപ്പോൾ ഞാൻ ധരിച്ചിരുന്നത് അത് ആ വേലക്കാരിയും നിങ്ങൾ എന്നോട് പറഞ്ഞ അവളുടെ കാമുകനുമാണെന്നാണ്. അന്വേഷണവും അത് തന്നെ തെളിയിച്ചു. തോട്ടത്തിന് ചുറ്റും നടന്ന ഞാൻ അവിടെയായുള്ള പാടുകളല്ലാതെ കൂടുതലൊന്നും കണ്ടില്ല. അവ പോലീസുകാരുടേതാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ കുതിരലായും വഴി കടന്നപ്പോൾ വളരെ നീണ്ടതും കുഴഞ്ഞതുമായ ഒരു കഥ മഞ്ഞിൽ എന്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. അവിടെ ബൂട്ട്സ് ധരിച്ച ഒരാളുടെ 2 നിരയിലുള്ള കാൽപ്പാടുകൾ കണ്ടു. അതോടൊപ്പം നഗ്നനായ ഒരാളുടെ 2 നിരക്കാലുകളും. നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും രണ്ടാമത്തേത് നിങ്ങളുടെ മകന്റേതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. ഒന്നാമൻ 2 വഴിക്കും നടന്നു, പക്ഷെ മറ്റേത് വേഗം ഓടിയിരുന്നു. ബൂട്ട്സ് പതിഞ്ഞ ഭാഗങ്ങൾക്ക് മേലെ പതിഞ്ഞിരുന്നതിൽ നിന്നും അയാൾ മറ്റേയാളെ പിന്തുടരുകയായിരുന്നു എന്ന് വ്യക്തമായി. ഞാൻ അവയെ പിന്തുടർന്നു നോക്കി. അപ്പോൾ അവ ഹാളിന്റെ ജനൽ വരെ പോയിരിക്കുന്നതായി കണ്ടു. ആൾ അവിടെ കാത്തു നിന്നിരുന്നതിനാൽ ബൂട്ടുകൾ ഉറച്ച മഞ്ഞ് ഇളക്കിയിരുന്നു. പിന്നെ ഞാൻ മറുവശത്തേക്ക് നടന്നു. അത് 100 വാരയോ അതിലധികമോ താഴെ വഴി വരെ. അവിടെ എന്തോ മൽപ്പിടുത്തം നടന്നതുപോലെ ബൂട്ടുകൾ ഇട്ട് വട്ടം കറങ്ങിയും കണ്ടു. ഒടുവിൽ അല്പം രക്തത്തുള്ളികൾ അവിടെ വീണിരുന്നു. എനിക്ക് തെറ്റിയിട്ടില്ലെന്ന് കാണിക്കത്തക്കവണ്ണം വഴിയിലൂടെ ബൂട്ടുകൾ ഓടിയ അടയാളമുണ്ട്. രക്തത്തിന്റെ ചെറിയ പാടുകൾ കണ്ടതിൽ നിന്നും മുറിവേറ്റ ആളാണ് ഓടിയതെന്ന് മനസ്സിലായി. മറ്റേ അറ്റത്തെ പൊതുനിരത്തിൽ അയാൾ എത്തിയപ്പോൾ ആ വഴി തെളിഞ്ഞു തന്നെ കിടന്നിരുന്നതിനാൽ ആ തെളിവ് അവിടെ അവസാനിച്ചുവെന്ന് മനസ്സിലായി. വീട്ടിൽ കടന്ന ഞാൻ എന്തായാലും ഹാളിന്റെ ജനലിന്റെ കട്ടിളപ്പടിയും ചട്ടക്കൂടുകളും എന്റെ ഭൂതക്കണ്ണാടി കൊണ്ട് പരിശോധിച്ചു. അതിൽ നിന്നും ആരോ പുറത്തേക്ക് പോയിരുന്നുവെന്ന് എനിക്കുടനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ആരോ നനഞ്ഞ കാൽപ്പാടോടെ കടന്നു വന്ന പാടും തിരിച്ചറിഞ്ഞു. നടന്ന സംഭവങ്ങളെക്കുറിച്ച് അഭിപ്രായം രൂപീകരിക്കാൻ ഞാൻ ആരംഭിച്ചു. ഒരാൾ ജനലിന് പുറത്ത് കാത്തുനിന്നു. ആരോ അയാൾക്ക് രത്നങ്ങൾ കൊണ്ടുചെന്ന് കൊടുത്തു. ആ പ്രവൃത്തി നിങ്ങളുടെ മകൻ ഒളിഞ്ഞു നിന്ന് കണ്ടു. അവൻ കള്ളനെ പിന്തുടർന്ന് അയാളുമായി മല്ലടിച്ചു. അവർ 2 ആളും പതക്കത്തിൽ പിടുത്തമിട്ടു. അതിന് കേടുവന്നതല്ലാതെ 2 ആൾക്കും അത് പൂർണ്ണമായി ലഭിച്ചില്ല. നിങ്ങളുടെ മകൻ ആ സാധനവുമായി മടങ്ങി. പക്ഷേ മൽപ്പിടുത്തത്തിൽ ഒരു ഭാഗം എതിരാളിയുടെ കയ്യിലായി. അത്രയും എനിക്ക് വ്യക്തമായി. അപ്പോൾ ചോദ്യം, ആ മനുഷ്യൻ ആരാണെന്നും അയാൾക്ക് രത്നാഭരണം ആരാണ് കൊടുത്തതെന്നുമാണ്. അസാധ്യമായുള്ളവ ഒഴിവാക്കിയാൽ അവശേഷിക്കുന്നതെന്തും എത്ര കണ്ട് അസംഭവ്യമാണെങ്കിലും സത്യമായിരിക്കുമെന്നത് എൻ്റെ ഒരു പഴയ സിദ്ധാന്തമാണ്. നിങ്ങളല്ല അത് താഴേക്ക് കൊണ്ടുവന്നതെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ നിങ്ങളുടെ വേലക്കാരികളും അനന്തരവളുമേ അവശേഷിക്കുന്നുള്ളൂ. പക്ഷേ വേലക്കാരികളാണ് അത് ചെയ്തിരുന്നതെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ മകൻ കുറ്റമേൽക്കുന്നത്? അതിന് വ്യക്തമായൊരു കാരണവുമില്ല. തന്റെ കസിനെ സ്നേഹിച്ചിരുന്നതിനാൽ അവളുടെ രഹസ്യം അവൻ സൂക്ഷിക്കുന്നതിന് ഒരു നല്ല വിശദീകരണമുണ്ട്. പ്രത്യേകിച്ചും ഇത്ര അപമാനകരമായ ഒന്നാവുമ്പോൾ. നിങ്ങൾ അവളെ ജനലിനരികിൽ കണ്ടുവെന്നും കിരീടം വീണ്ടും കണ്ടപ്പോൾ അവൾ ബോധം കെട്ടുവെന്നും ഓർത്തപ്പോൾ എന്റെ നിഗമനങ്ങൾക്ക് ഉറപ്പായി. എന്നാൽ അവളുടെ പങ്കാളി ആരാവും? വ്യക്തമായും കാമുകൻ തന്നെ. കാരണം നിങ്ങളോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹവും നന്ദിയും ഒരു കാമുകനോടല്ലാതെ ആരോടും കാണിക്കില്ല. നിങ്ങളധികം പുറത്തിറങ്ങാറില്ലെന്ന് ഞാൻ അറിഞ്ഞു. സുഹൃത്തുക്കളും വളരെ കുറവാണ്. പക്ഷേ അതിലൊന്ന് സർ ജോർജ് ബെൺവെൽ ആണ്. സ്ത്രീകളുടെ ഇടയിൽ ചീത്തപ്പേരുണ്ടാക്കിയവനാണെന്ന് ഞാൻ പണ്ടേ കേട്ടിട്ടുണ്ട്. ആ ബൂട്ടുകൾ ധരിച്ചു വന്നയാളാകുമെന്നും രത്നങ്ങൾ അയാളുടെ കയ്യിലായിരിക്കുമെന്നും ഞാൻ ഊഹിച്ചു. ആർതർ അവനെ കണ്ടുപിടിച്ചുവെന്ന് അറിഞ്ഞെങ്കിലും സുരക്ഷിതനാണെന്ന ഗമയിൽ തന്നെ അവനിരുന്നു. കാരണം തന്റെ കുടുംബത്തെ അപവാദത്തിനിരയാക്കാതെ ആർതറിന് ഒരു വാക്കും പറയാനാവില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ഊഹിക്കാം. അലഞ്ഞു നടക്കുന്ന ഒരുത്തനെ പോലെ സർ ജോർജിന്റെ വീട്ടിൽ ഞാൻ ചെന്നു. അയാളുടെ പരിചാരകനുമായി അടുപ്പത്തിലായി. തലേ രാത്രിയിൽ യജമാനന്റെ നെറ്റിയിൽ ഒരു മുറിവുണ്ടായി എന്നറിഞ്ഞു. ഒടുവിൽ 6 ഷില്ലിംഗ് ചിലവാക്കി
ഒരു ജോഡി പഴയ ഷൂസും വാങ്ങി അതുമായി ശ്രീധാമിലേക്ക് ഞാൻ വീണ്ടും പുറപ്പെട്ടു. അവ ആ കാൽപ്പാടുകളിൽ കൃത്യമായി ഇണങ്ങുന്നുവെന്നും കണ്ടു. എനിക്കെന്റെ ആളിനെ കിട്ടിയപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ എനിക്ക് വിഷമമേറിയ ഒരു ഭാഗം അഭിനയിക്കേണ്ടി വന്നത് കാരണം അപവാദം ഉണ്ടാക്കാതിരിക്കാൻ കോടതി കയറ്റം ഒഴിവാക്കണം. ഇത്ര സമർത്ഥനായ ദ്രോഹി ഇക്കാര്യത്തിൽ നമ്മുടെ കൈ കെട്ടാൻ ശ്രമിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ പോയി അയാളെ കണ്ടു. ആദ്യം അയാളെല്ലാം നിരസിച്ചു. പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം അതേപടി ഞാൻ പറഞ്ഞപ്പോൾ അയാൾ അലറിക്കൊണ്ട് ഭിത്തിയിൽ നിന്നൊരു ആയുധമെടുത്തു. എനിക്കവനെ അറിയാമായിരുന്നു. അവൻ അടിക്കാൻ കഴിയും മുൻപ് ഞാനൊരു തോക്കുകൊണ്ട് അവന്റെ തലയ്ക്കടിച്ചു. അതോടെ അവൻ അല്പം കൂടി വിവേകമുള്ളവനായി. അവന്റെ കയ്യിലുള്ള രത്നങ്ങളുടെ വില ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. ഓരോ കല്ലിന് 1000 പവൻ വീതം. ഞാനത് പറഞ്ഞപ്പോൾ ആദ്യമായി അവനിൽ ദുഃഖത്തിന്റെ ലക്ഷണം കണ്ടു. എന്തിന്? ഞാനതെല്ലാം കളഞ്ഞു. ആ 3 കൂടെ ഞാൻ 600 കൊടുത്തു എന്നവൻ പറഞ്ഞു. അത് വാങ്ങിയവന്റെ മേൽവിലാസവും വാങ്ങി. വ്യവഹാരമൊന്നും ഉണ്ടാവില്ലെന്നും ഉറപ്പു നൽകി. ഞാൻ മടങ്ങി. വളരെ വില പേശിയ ശേഷം ഒന്നിന് 1000 പവൻ വീതം കൊടുത്ത് നമ്മുടെ ആ രത്നങ്ങൾ ഞാൻ വാങ്ങി. പിന്നെ ഞാൻ നിങ്ങളുടെ മകനെ കണ്ടു. എല്ലാം ശരിയായെന്ന് പറഞ്ഞു. ഒടുവിൽ ഒരു ദിവസത്തെ കഠിനയാതനയ്ക്ക് ശേഷം ഏതാണ്ട് 2 മണിയോടെ കിടക്കാൻ പറ്റി. മിസ്റ്റർ ഹോംസ്, പൊതു അപവാദത്തിൽ നിന്നും ഇംഗ്ലണ്ടിനെ രക്ഷിച്ച ഒരു ദിവസം. നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. എന്നാൽ നിങ്ങൾ ചെയ്തതിന് ഞാൻ നന്ദിയില്ലാത്തവനാവാനും പാടില്ല. ഞാൻ മുമ്പ് കേട്ടതിനെല്ലാം അതിശയിപ്പിക്കുന്നതാണ് നിങ്ങളുടെ കഴിവ്. ഇനി എന്റെ മകന്റെ അടുത്ത് പോയി ഞാൻ ചെയ്ത തെറ്റിന് മാപ്പിരക്കണം. പാവം മേരിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ പതിഞ്ഞു. നിങ്ങളുടെ കഴിവിനും അവൾ ഇപ്പോൾ എവിടെയാണെന്ന് പറയാനൊക്കില്ലേ? സർ ജോർജ് ബേൺവെൽ എവിടെയുണ്ടോ അവിടെ അവളും കാണും. എന്തൊക്കെ പാപം അവൾക്കുണ്ടെങ്കിലും അതിനൊക്കെ വേണ്ടതിലേറെ ശിക്ഷ കിട്ടും എന്നതും അതിലേറെ തീർച്ചയാണ്. അങ്ങനെ വീണ്ടെടുത്ത മകുടമണി പതക്കവുമായി മിസ്റ്റർ ഹോൾഡർ യാത്രയായി. അടുത്ത വീഡിയോയിൽ പുതിയ കേസുമായി കാണാം.